മുഖം കത്തുന്നില്ലേ? എന്താ കാരണം? ഇതാണ് കാരണം. സുൽത്താൻ ബത്തേരി പോലൊരു സ്ഥലം, സുൽത്താൻ പേട്ട്. അങ്ങനെ നന്ദി ഹിൽസിലേക്കുള്ള ട്രിപ്പിനിടയിൽ മനോഹരമായൊരു മനസ്സിന് കുളിർമേകുന്നിടം, ശരീരവും മനസ്സും ഒരേപോലെ തണുക്കുന്നില്ല. ഭായ് കിധർ കിധർ ഭായ്. അങ്ങനെ നന്ദി ഹിൽസിലേക്കുള്ള ട്രിപ്പിനിടയിൽ ഇവിടെ ഒരു പള്ളിയിൽ നന്ദി ഹിൽസിലേക്കുള്ള മറ്റ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 5-6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും? ഇവിടെ ഈ പള്ളിയാണ് കടൽ ഭാഗത്തായി മനോഹരമായ പള്ളി, മനോഹരമായ ക്ലൈമറ്റ്, സുന്ദരമായ ഒരു യാത്ര. രസല്ലേ? മനോഹരമായ മുന്തിരിത്തോട്ടം, എന്താ രസല്ലേ? ഏക്കർ കണക്കിന് വലിപ്പമുള്ള മുന്തിരി സീസൺ അല്ല കേട്ടോ. അപ്പോൾ ചെറിയ മുന്തിരി ഉണ്ട്, ആ ചെറുതുണ്ട് അല്ലേ പച്ച? എവിടെ പച്ച പച്ച മുന്തിരി ഒന്ന് പഠിച്ചാൽ നമ്മൾ നല്ല പൊളിയായിരിക്കും. സുൽത്താൻ ബത്തേരി പോലൊരു സ്ഥലം, സുൽത്താൻ പേട്ട്. നന്ദി ഹിൽസിലേക്ക് പോകുന്ന ബൈക്കുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻ പേട്ട്. നന്ദി ഹിൽസ് എന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താൻ്റെ ഇതാണ്, സഫർ പാലസ്. മനോഹരമായ നന്ദി ഹിൽസിന്റെ തായ്വരകളിലൂടെയുള്ള ഒരു കാഴ്ചയാണ് ഇതാ. നല്ല സ്ഥലം. നമ്മളെ ഫജർ സംഗമോ ഈ ഒരു ഏരിയയിലേക്ക് മാറ്റിയാലോ? തണുക്കുന്നേ. സിറാജു ഓൺ ദി വേ. ഞാൻ പറഞ്ഞില്ല ഇന്ന് പോവാന്ന്, ഇറങ്ങിയില്ലല്ലോ, അപ്പൊ ഞാനിങ്ങ് ഇറങ്ങി. ഓക്കെ, മനോഹരമായ കാഴ്ചകളും മനസ്സും അതുപോലെ തന്നെ കണ്ണും എല്ലാം തണുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ തണുക്കുന്നേ. നമ്മളെ ഫജർ സംഗമോ ഈ ഒരു ഏരിയയിലേക്ക് മാറ്റിയാലോ? ടിപ്പു സുൽത്താൻ ലോഡ്ജ്, നന്ദി ദുർഗ അതിൻ്റെ പേരാക്കി വെച്ച. ഇതാണ് നന്ദി ഹിൽസിലെ ടിപ്പു സുൽത്താൻ്റെ താമസിച്ച് എന്നെല്ലാം പറയുന്ന സ്ഥലം. എന്താ രസമല്ലേ? ഈ ബസ് നന്ദി ഹിൽസിൻ്റെ ഉള്ളിലുള്ള ഒരു പുഷ്കറാനി എന്ന് പറയുന്ന ലേക്ക് പോലെ മീനും കാര്യങ്ങളും കാണാം. 1936 പുനർനിർമ്മിച്ചാന്നാണ് പറയുന്നത്. ആര്? മിർസാം ഇസ്മായിൽ ദിസ് അമർ സരോവർ. ഓക്കെ, അമൃത സരോവര പുഷ്കറാനി. ഇതിൻ്റെ യഥാർത്ഥ ഇതൊന്നും അറിയില്ല. ആരും നന്ദി ഹിൽസ് തണുപ്പത്തിൻ്റെ അപ്പം നമ്മൾ നന്ദി ഹിൽസിലെ സ്റ്റെപ്പാണ് മേലോട്ട് കയറാൻ എടുത്തത്. അവിടെ ബസ്സുണ്ട് ഗവൺമെൻറ്റിൻ്റെ, പക്ഷെ ബസ്സിൽ കയറിയില്ല. പക്ഷെ ഒന്ന് വ്യത്യസ്തമാക്കാന്ന് വെച്ച്. ഓക്കെ, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. കാര്യം ഇതല്ലോ ഒരു പകുതി കയറി എന്ന് വിചാരിക്കുന്നത്. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥ. നമ്മൾ ഫജർ ക്ലബിൻ്റെ ഒരു മീറ്റിംഗ്, അതിന് പറ്റിയൊരിടം ഞാൻ നോക്കി നടക്കായിരുന്നു.
ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. സിറാജ് ഓക്കെ അല്ല ഇത് നോക്കിയിട്ട് പറയണേ. നടുവിൽ ചെറിയതുണ്ട്. നല്ല വ്യൂ ആണ് ഔട്ട് സൈഡിൽ. നല്ല ക്ലൈമറ്റ്, കോട പിടിച്ച ക്ലൈമറ്റ് ഒക്കെ. നമ്മളെന്ന് നീ അന്നത്തെ യാത്രയല്ലേ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഫറൂഖ് ഭായി ഏട്ടാ. ഫറൂഖ് ഭായി 10-25 വർഷമായി ബാംഗ്ലൂർ തന്നെ. ഓക്കെ, വാ. നന്ദി ഹിൽസിലെ തബല പീസ്, നന്ദി ഹിൽസിലെ വ്യൂ പോയിന്റ് എന്നുള്ള മനോഹരമായ കോട മഞ്ഞ് പുതക്കുന്ന മലനിരകൾ. നന്ദിനി ഡയറി. ഇവിടെ നല്ല ചായയും കുടിക്കാം. തണുപ്പ് ഒന്നും പറയാനില്ല. നന്ദി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭീകരം കാണിച്ചു കൊടുത്തായിരിക്കും. പേക്കുകൾ കാണിച്ചു കൊടുത്തായിരിക്കും വരും. കണ്ടുള്ള വരുന്ന തുള്ളുന്നുണ്ടതാ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇങ്ങനത്തെ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ അറ്റാക്ക് ചെയ്യും. ശ്രദ്ധിക്കുക. ഓക്കെ, വൈകില്ല, ചങ്ങായി ഒളിപ്പിച്ച് വെച്ചു. ഏകദേശം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. സമയം 5:30 കഴിഞ്ഞു. നല്ല കോടയുണ്ട്, നല്ല കോട, നല്ല തണുപ്പും. സഹിക്കാൻ പറ്റുന്ന തണുപ്പ്, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഫോണിൽ എത്രത്തോളം കോട നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല. വാ, സൺസെറ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ ഇപ്പോൾ. പറഞ്ഞല്ല, ഇപ്പോൾ സമയം അങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ടായിരിക്കും. സൺസെറ്റ് ഒന്നും ഇല്ല, പക്ഷേ നല്ല കോട. ഇവിടെ താഴെ പാർക്ക് ചെയ്താൽ ഇപ്പോൾ ഈ ബസ് ഉണ്ടാവും, ബസ് സർവീസ് ഉണ്ട് നേരെ വരെ. അത് നടന്നു തരേണ്ട ആവശ്യമൊന്നുമില്ല. ബസ്സിൽ എന്താക്കാൻ പറ്റും, അങ്ങോട്ടേക്ക് പോകാൻ വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ഗാന്ധി ഗസ്റ്റ് ഹൗസ്. പക്ഷെ 3000 രൂപ റേഞ്ചിലാണ് ഇവിടുത്തെ റൂമിൻ്റെ റെൻ്റെല്ലാം വരുന്നത്. 5000-6000 റൂമുകളുണ്ട്. ഈ ഒരു വളവ് തന്നെയാണ്. നന്ദി ഹിൽസിലെ സൺസെറ്റ്. സണ്ണ് കാണുന്നില്ല, എന്നാലും സൂര്യനെ കാണുന്നില്ലെങ്കിലും ആര് ഭംഗി നോക്കില്ലേ. ഇത് മൊത്തം ആകാശം ചുവന്ന കണ്ടായിട്ട് രസ. മാഷാ അല്ലാ. നോക്ക്, ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കിക്കാൻ തന്നെ ഒരു വേറെ ഭംഗിട്ട. 6 മണിയായി. ചിലപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്തുള്ള ആകാശം നല്ല രസമല്ലേ. നമുക്കൊരു ദിവസം ഫജർ ക്ലബ് എന്താക്കണം തന്നെയാ, കൈകോർത്തിട്ട് എന്താക്കണം, ഒരു സൂര്യോദയം കാണാൻ, അല്ല സൂര്യാസ്തമയം കാണാൻ വേണ്ടി വേണം. ഏറ്റവും പുന്നി ദരിയാവെന്നുള്ള പറയുന്നതെല്ലാം അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ളതാണ് അല്ലേ. നോക്ക്, ആ രസം കാണാൻ. എത്രത്തോളം നിങ്ങൾക്ക് ഈ ഫോണിൽ ആസ്വദിക്കാൻ പറ്റുന്ന അറിയില്ല, പക്ഷെങ്കിൽ നേരിട്ട് ഒന്നും പറയണ്ട, രസമാണ്. ഇൻഷാ അല്ലാഹ് അതായത് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. ഏകദേശം സൂര്യൻ്റെ അസ്തമനം ഞാൻ കാണാൻ പറ്റി. നല്ല രസമായിട്ട് കാണാൻ, മുട്ടായിട്ട് കാണാൻ പറ്റും ഇവിടെ. ഓ ആ വരുന്നു ഇതാ നമ്മുടെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. മുഖം കത്തുന്നില്ലേ? എന്താ കാരണം? ഇതാണ് കാരണം. ഈ പ്രകൃതി ലൈറ്റില് നോക്കി നമ്മളെ കാണാൻ എന്താ രസം.